ഹലോ എവരി വൺ, ഞാൻ ബോൺസായി. ഇതെൻ്റെ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരു ഫുട്ബോൾ ഗെയിമുമായിട്ടാണ്. ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഒട്ടും തന്നെ വൈകുന്നില്ല, ഡ്രീം ലീഗ് സോക്കർ 2025 ഈ ഗെയിമിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. 183 MB ആണ് ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻ ഗെയിം അപ്ഡേറ്റും വേറെയുണ്ട്. മുൻപ് ഇതുപോലെ അല്ലായിരുന്നു. 450 MB ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഇൻ ഗെയിം അപ്ഡേറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണെന്നല്ല, പുതിയ അപ്ഡേറ്റിലായിരിക്കും. പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്ന പുതിയ നിയമങ്ങളായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അത് കമ്പനിക്കല്ലേ അറിയാവും. അപ്പോൾ ഗെയിം തുറന്നു വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ പ്ലേയേഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയണോ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പം പെട്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണത്. അല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല. വേണേ ഓണാക്കാൻ, വേണ്ട ഉപയോഗിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ നോക്കുമ്പോൾ കുറേ ഇതെന്താണിത്, പൈസയുടെ കളികളാണ്. പൈസയുടെ കളികൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് പൈസ. നമ്മളെവിടെ തൊട്ടാലും പൈസ. 430 രൂപയാണ് ഇവിടെ ഒരു പാസ് മേടിക്കാനായിട്ടാവും. നിങ്ങൾക്ക് വേണേൽ പാസ് മേടിക്കുക, വേണ്ടേ മേടിക്കേണ്ട. മേടിക്കുന്നവർക്ക് ഞാൻ പറയുന്നു, സ്വന്തം പൈസ കൊണ്ട് മാത്രം മേടിക്കുക. അല്ലാതെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ വാങ്ങി മേടിച്ച് വേറെ പണി ഉണ്ടാക്കി വെക്കല്ലേ. അതെനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതിനകത്ത് കുറേ റിവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ ഉള്ളവർ മേടിക്കുക. പൈസ ഇല്ലാത്തവരെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗെയിമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഗെയിമിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, ഗെയിമിൽ നിന്ന് റിട്ടേണും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഫ്രീ പാസ് വെച്ച് തന്നെ കളിക്കത്തുള്ളൂ. അതാണ് എൻ്റെ കളി. അങ്ങനെയാണ് ഞാൻ കളിക്കുന്നത്. ഇത് ഞാൻ ഈ ഗെയിം ഇപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തു. ജസ്റ്റ് ഒരു മാച്ച് കളിക്കുന്നു, അത് കഴിഞ്ഞിട്ട് കളയുന്നു. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. എന്തായാലും പറഞ്ഞ കാർഡ് കയറിപ്പോട്ട് കാര്യമില്ല. നമ്മളിവിടെ നോക്കാൻ പോവുകയാണെങ്കിൽ കുറേ പ്ലേയേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിനകത്തൊക്കെ എന്തോ ഡ്രീം സ്ക്വാഡോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ ഡ്രീം സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനം വന്നിട്ടുണ്ട്. എന്താണെന്ന് പോലും അറിയില്ല. എന്തായാലും പിന്നെ നമുക്ക് ഡയമണ്ട് നമുക്ക് കിട്ടുന്നത് അവർ തന്നെ മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. കുറേ ഡയമണ്ട് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കാം. അടുത്തൊരു കളി കഴിഞ്ഞിട്ടൊക്കെ അതിൽ 2 ദിവസത്തേക്കൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ സീസൺ പാസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സീസൺ പാസ് 430. പിന്നെ പ്രീമിയം സീസൺ പാസ് 1000 രൂപ. എന്താണല്ലേ. പിന്നെ നമുക്ക് നമ്മുടെ സുധീറൊക്കെ അഞ്ചൽ സിറ്റിയാണ്. നമ്മുടെ നാട് അഞ്ചലാണ്. അഞ്ചൽ സിറ്റി ഇതെന്തൊരു ഇത് എവിടെയെങ്കിലും കയറി പോകുന്നത്, തൊട്ട അവിടെ ആടാണല്ലേ ഫുള്ള്. പിന്നെ അതിനകത്ത് ഞാൻ കരിയർ സെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 350 കളിയെ കളിച്ചിട്ടുണ്ട്. ഏതോ ജാമ്പോൻ്റെ കാലത്തന്നെ ഞാൻ കളിച്ചതെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ കുറേ കളികളെ കളിച്ചിട്ടുണ്ട്. ഇതെന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊന്നും പറ്റില്ല. കുറേ പ്ലേയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കപ്പൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ഡെയിലി ഈവൻസ്, വീക്ക്ലി ഈവൻസ്, കരിയർ, പിന്നെ ഡ്രീം ലീഗ്, ലൈവ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. സീസൺ പാസ് മേടിച്ചാലേ കരിയറിനകത്ത് നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം ഡയമണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 150 കളി ഇരുന്ന് അടുപ്പിച്ച് ജയിക്കണം. ഡ്രീം ലീഗ്, ലൈവ്, അതായത് ബാക്കി പ്ലേയേഴ്സുമായിട്ട്. നമുക്കതിനെ കൊണ്ട് പറ്റത്തില്ല. നമുക്കതിന് സമയമില്ല. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് നമുക്ക് അത് നോക്കി വേണ്ട. പിന്നെ നമുക്ക് പറയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ചുമ്മാ ഇതൊരു ഗെയിം, നോർമൽ ഗെയിം കളിക്കുന്നു. നമുക്ക് കുറച്ച് റിവാർഡ് കിട്ടുന്നു. നമുക്കത് സന്തോഷം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം എടുത്തതെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം ഉണ്ടാക്കി നമുക്ക് ലോഗോ ഒക്കെ വെച്ച് റെഡിയാക്കാനായിരുന്നു. അപ്പോൾ നോക്കിയപ്പം 6 ഡയമണ്ട് എൻ്റെ കയ്യിലുണ്ട്. 100 ഡയമണ്ട് വേണം. അപ്പം ഞാൻ പിന്നെ ലോഗോ പോലും റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ 100 ഡയമണ്ട് വേണം. അതുകൊണ്ടാണ് പിന്നെ ഞാനങ്ങ് മടുത്ത് അത് വേണ്ടെന്ന് വെച്ചു. സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഴയ കണക്ക് തന്നെ. കുറേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ അനുസരിച്ച് ഗ്രാഫിക്സ് കൂടും. ഇപ്പം ഞാൻ മാക്സ് ആണ് എൻ്റെ കിടക്കുന്നേ തോന്നുന്നു. മിക്കവാറും ഇപ്പോൾ കത്തും. അതിൻ്റെ ടീമൊക്കെ കണ്ണ് ആളൻ്റെ അങ്ങനെ കുറേ ആൾക്കാർ മെസ്സി ആരുടെ പിടിച്ചപ്പെടുത്തിട്ടെ മെസ്സി ഇല്ലാതെ വേറെ കളിയില്ല. മെസ്സിയാണ് നമ്മുടെ മെയിൻ. പിന്നെ കുറച്ച് ആൾ മുമ്പ് മേടിച്ചിട്ട പ്ലേയേഴ്സൊക്കെയാണ്. വേറെ പ്ലേയേഴ്സൊന്നും ഇല്ല. ആകെ സബ്രക്കാൻ പോലും ആൾക്കാരില്ല. പിന്നെ പറയാനായിട്ടുണ്ടെങ്കിൽ 4-1-2-1-2 കിടിലൻ ഫോർമേഷനാണ്. ഇതുപോലത്തെ ഫോർമേഷൻ വേറെ ആർക്കും കാണത്തില്ല. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഏതാ മനസ്സിലാവാന്നിട്ടാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യ. ഇതെവിടെ മാച്ച് ലെജൻഡറി ഡിവിഷൻ. ലെജൻഡറി ഡിവിഷനകത്ത് നമ്മൾ തോറ്റ് നിൽക്കുകയാണെന്ന് തോന്നുന്നു. 16ാം സ്ഥാനം. 9 കളി കളിച്ച് 1 കളി ജയിച്ചുള്ളൂ. സൂപ്പർ. ഈ കളി നമുക്ക് ജയിക്കണം. ഈ കളി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. ഇത് മാസായിരിക്കും. ഫുൾ മാസ്, ഫുൾ ഓൺ ഫുൾ പവർ. 2 ടീമിൻ്റെ കാണിക്കുന്നു. ലീഡ്സ് സൂപ്പർ ടീമാണ്. നമ്മൾ അഞ്ചൽ സിറ്റിയെ തോൽപ്പിക്കാൻ ഒരു ടീമിനും ഇവിടെ പറ്റത്തില്ല. പക്ഷേ 9 കളി ഞാൻ തോറ്റു. അതെങ്ങനെ എനിക്കറിയാൻ വയ്യ. 8 കളി, 1 കളി ജയിച്ചിട്ടുണ്ടേ. സുധീർക്കയുടെ ടീമാണ്. ഇന്ത്യൻ കോച്ചാണ്. അത് നമ്മുടെ കുറേ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്ലേസ് കൊള്ളാമല്ലേ. കുറേ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. മറ്റേ പഴയ കണക്കല്ല. മെസ്സി കൈ എടുത്തിട്ട് ഇതാ പോകുന്നു. 3 റെഫറിമാരൊക്കെ ഉണ്ടല്ലേ. അതങ്ങനെയാണല്ലോ, കളിക്കാത്തവൻ 3 റെഫറി വരും. ഞാൻ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സ്പ്രിൻ്റ് അടിക്കാൻ നോക്കുക. പെസ്സിലെ കളിക്കുന്ന കണക്ക്. എന്താ ഇത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നേക്കൊണ്ട് കിട്ടില്ല സീനാണ്. ഞാൻ പറയണ്ടേ,
നമ്മൾ എന്തിനാണ് സ്ലൈഡ് ടാക്കിൾ ചെയ്ത് ഞാൻ സ്പ്രിൻറ്റ് ഞെക്കുവാണ് അവിടെ സ്ലൈഡ് ടാക്കിൾ അതിനകത്ത് വരുന്നത്. അതെങ്ങനെയാണെന്ന് മാറ്റുന്നത് അറിയത്തില്ല, മാറ്റാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ കളിച്ചിട്ട് അങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ബോർഡി വന്നാണോ അല്ലേ? നമുക്കൊരു 2x കൊണ്ട് പോയാലോ? 2x അങ്ങനെയുണ്ട്. 4x ആണ് എനിക്ക് താല്പര്യം. എന്നാൽ നിങ്ങൾക്ക് 2x ഞാൻ കാണിച്ചു തരാം. ഇപ്പം കണ്ടാണ് തീയും പോകാത്ത ആൾക്കാർ അതാണ് എന്താ ഓഫ് സൈഡൊക്കെയാണെന്ന് തോന്നുന്നത്. എൻ്റെ പൊന്നെ മെസ്സി ഇതാ കൊണ്ടുപോയി ബോൾ ബോൾ അവൻ പിടിച്ചിരിക്കുകയാണ്. എന്നാലും അടുത്തൊരു അറ്റംപ്റ്റ് നമുക്ക് പറ്റും. ഒരു ത്രോയിൻ വരികയാണ്. ത്രോയിൻ നമ്മളെടുത്തു ജൂനിയർ അതാണ്ട് അടിക്കാൻ പോകുന്നു. മറിച്ചിട്ട് എന്നെ കൊല്ല് നീ നിന്നെ കൊന്നങ്ങ് തിന്നി കൊടുക്ക. മഞ്ഞ കൊടുക്ക്, ചുവപ്പ് മതിയായിരുന്നു. ഇനി മഞ്ഞ അത് മതി. എന്നെ കൊന്നെന്ന് പറഞ്ഞാൽ കൊന്ന. മെസ്സി പെനാൽറ്റി അടിക്കാൻ പോകുന്നു. മെസ്സി ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് ആദ്യം തൊട്ട് മെസ്സിയെ ഹൈപ്പ് ചെയ്തിർത്തിയ മാച്ചായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, കയ്യിൽ നിന്ന് പോയി. എന്നാലും നമ്മൾ ജയിക്കും. ലുക്കാക്കുവിൻ്റെ പാസ് സണ്ണെടുക്കുന്നു. ആരും തെറ്റിദ്ധരിക്കണ്ട, ചെറുതായിട്ട് നാക്കുടക്കിയതാണ്, തൊണ്ടയ്ക്ക തുടക്കിപ്പോയി. പോട്ടെ. എന്തായാലും നമ്മുടെ സണ്ണ് ഗോൾ അടിച്ചിരിക്കുന്നത്. നമ്മുടെ അഭിമാനം, നമ്മുടെ ചെറുക്കൻ സൗത്ത് കൊറിയയുടെ സണ്ണാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഇപ്പം 43 സെക്കൻഡ് ആയിട്ടുണ്ട്. 44, 45, 1 മിനിറ്റ് ആടുണ്ട്. ഓക്കെ, ഫിനിഷ് ചെയ്തു. ഇത് എന്തൊരു എവിടെ തൊട്ടാൽ ആടാണോ ഇതെന്തൊരിത്? ഒന്നര കളിയാണ്. 45 മിനിറ്റാണ് കഴിഞ്ഞത്. 45 മിനിറ്റ് നമ്മൾ 1 ഗോളിൻ്റെ ലീഡുണ്ട്. അടുത്ത കളി നമ്മൾ കളിക്കുന്നത് തുടങ്ങുകയാണ്. വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ മെസ്സിയുടെ ഒരു ത്രൂ പാസ് ആണ് പോയത്. ഒരു ത്രോയിൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ത്രോയിൻ ലുക്കാക്കു എടുക്കുന്നു. നമുക്ക് എന്താണ് ഇപ്പം ഒരു ഗോൾ അടിക്കാൻ പറ്റിയൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കത് അങ്ങോട്ട് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം കുറേ നാളായി കളി കളിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ഓഫ് സൈഡ് കാരണം രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഒന്ന് കയറി അടിച്ചാൽ. ഞാൻ എന്താ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. എന്തായാലും ഞാൻ ബോളും കൊണ്ട് പോവുകയാണ്. കൊണ്ടുപോയി മെസ്സിക്ക് കൊടുത്തു. മെസ്സി സണ്ണിന് കൊടുക്കുന്നു. സണ്ണ് അവിടെ ആർക്കാ കൊടുത്ത് ആരാന്നറിയാമോ? കാണാൻ വയ്യ, കണ്ണ് കാണുന്നില്ലല്ലോ. സണ്ണിൻ്റെ 2ാമത്തെ ഗോളൊന്ന് വിശ്വസിച്ചു, പക്ഷേ നടന്നില്ല. വീണ്ടും പാസും കൊണ്ട് പോവുകയാണ്. കറക്റ്റ് കാണുന്നില്ല കേട്ടോ. പേരൊക്കെ എന്തോ മെസ്സി വരുമ്പോൾ അടുത്ത് വയ്ക്കുന്നത് മാത്രം കാണാൻ പറ്റുന്നു. ഇപ്പോൾ ലുക്കാക്കു കാണുന്നു. സണ്ണിൻ്റെ 2ാമത്തെ ഗോൾ. നമ്മുടെ അഭിമാനം, നമ്മുടെ ചെറുക്കൻ മതി നമുക്ക്. നമ്മുടെ ടീമിനെ മെസ്സി എടുത്ത് കളയാൻ പോവുക. വയ്യ, കൊണ്ടുനടക്കാൻ വയ്യ. വെറുതെ ആണെന്ന് തോന്നുന്നു. എനിക്കറിയാൻ വയ്യ. അത് ഞാൻ കളിക്കാത്തതിൻ്റെ കുഴപ്പമാണോ അറിയത്തില്ല. നിങ്ങളെല്ലാം കമൻറ്റ് ഇട്ടോ. ഞാൻ കളിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. സത്യമായിരിക്കും. അത് സത്യമാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയൊരു മൊമെൻ്റാണ് ഇപ്പോൾ കണ്ടത്. ഹാളനെ കൊണ്ട് ഞാൻ വെറുതെ അടിച്ചും കളഞ്ഞ് ഒരു ഗോൾ അവസരം കൊണ്ടുവന്നിട്ട് കീപ്പറിൻ്റെ കയ്യിലോട്ട് അടിച്ചങ്ങ് കയറ്റി. എന്താ വയ്യാനുള്ളത്? ഇതിലും വലിയ മണ്ടത്തരം വേറെ കാണിക്കുകയില്ല. വീണ്ടും ഒരു അവസരം കിട്ടിയായിരുന്നു. പക്ഷേ അത് എന്തൊക്കെയായാലും ഇനിയിപ്പം ജയിക്കാൻ പറ്റും. ഒരു 3 ഇതാണ് നമ്മളെ ടീം. നമ്മൾ എന്ന് കളിക്കാൻ കയറിയാലും കളി അറിയത്തില്ലെങ്കിലും കളി അറിയാമെങ്കിലും അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. 2 ഗോൾ അടിച്ച് കളിയും ജയിച്ചിട്ടുണ്ട്. ആർക്കടാ ഇനി ഞാൻ കളി അറിയത്തില്ലെന്ന് പറയാനുള്ളേ? പറ ആരാന്ന് വെച്ചാൽ പറ. ഇതെന്തൊരു ഇത് തൊട്ടാ പിടിച്ചാലുമില്ല. ആടാണല്ലോ ഇൻസ്റ്റാ മാർട്ടാ. ഇതെന്തൊരു സ്റ്റക്കായോ ഫോൺ? അടിച്ച് പോയെന്ന് തോന്നുന്നു കേട്ടോ. കുറേ റിവാർഡൊക്കെ ഉണ്ട്. 100 പൈസ കൊടുക്കുക, അത് കിട്ടത്തില്ല. പോയി. പിന്നെ ഓരോ കളി കഴിയുമ്പോഴും നമുക്ക് ഓരോ ഇവൻ്റൊക്കെ കംപ്ലീറ്റ് ആകുന്നതനുസരിച്ച് പൈസയും. ഇത് തൊട്ടാ പൈസയാണല്ലോ. ഇത് എന്തൊരിത്? അങ്ങനെ ഒരു 10 രൂപ കിട്ടിയിട്ടുണ്ട്. 10 രൂപയാണ് നമ്മൾ ഇവൻറ്റ് കളിച്ച് കംപ്ലീറ്റ് ആയി കിട്ടിയത്. പിന്നെ കളി കഴിച്ചപ്പോഴേക്കും ഇത്ര കിട്ടിയിട്ടുണ്ട്. 100 സംതിങ് കിട്ടി. പിന്നെ പുതിയ പ്ലേയേഴ്സ് ആക്കയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ബ്ലാസ്റ്ററിനോട്ട് കളി. നമ്മുടെ സ്റ്റേഡിയം കേട്ടോ ഫുള്ളാണ്. 92,000 എല്ലാം. ഇതെന്താണ്? പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതെന്താ പൈസ? ഡയമണ്ട് 2200 കോയിനാണ്. 2200 കോയിനാണെന്ന് തോന്നുന്നു. 2200 കോയിൻ 2200 രൂപ കൊടുത്താലേ സ്റ്റേഡിയം നമുക്ക് കിട്ടും. നമുക്ക് അങ്ങനെ സ്റ്റേഡിയം വേണ്ട. നമ്മളല്ല കളിച്ചോളൂ. നോർമൽ സ്റ്റേഡിയം ഉണ്ട് നമുക്ക്. അത് വെച്ച് കളിച്ചോളൂ. അപ്ഡേറ്റ് വേണ്ട. മെഡിക്കലെല്ലാം 1 സ്റ്റാറൊക്കെയാണ്. തീരെ കുറച്ചൊന്ന് ലെങ്തായി പോയി. എന്നാലും സാരമില്ല. നിങ്ങൾ ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ കുറച്ചുകൂടെ ലെങ്ത് ആക്കാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം സായി.